നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ ഉണ്ടാവണം. കാരണം എന്താന്ന് വെച്ചാല് അതൊക്കെ നമുക്കിനി ഇതൊരു കണ്ടിന്യൂവേഷൻ ആയിട്ടായിരിക്കും നമ്മൾ ചെയ്തു പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. ബേസിക് എന്ന് പറയുമ്പോൾ ഒരു ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസും സെയിലും സ്വന്തം സംസ്ഥാനത്തിന് കേരളത്തിന്റെ അകത്തുള്ള ഒരു കമ്പനിയുടെ കയ്യിൽ നിന്ന് മേടിച്ചു വിറ്റു. പിന്നെ ഒരു ഇന്റർ സ്റ്റേറ്റ് പർച്ചേസും സെയിലും ചെയ്തിട്ടുണ്ടായിരുന്നു. ഗുജറാത്തിലുള്ള ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് മേടിച്ചു, കർണാടകയിലുള്ള ഒരു പാർട്ടിക്ക് വിറ്റു. അത് കഴിഞ്ഞ് റിപ്പോർട്ട് ചെക്ക് ചെയ്യുമ്പോൾ റിപ്പോർട്ടിൽ നമുക്ക് GSTR 1, 2, 3B ഇതാണ് മൂന്ന് മെയിൻ റിപ്പോർട്ടുകൾ. 1 സെയിൽസിന്റെ ഇൻഫോർമേഷൻ, 2 പർച്ചേസിന്റെ ഇൻഫോർമേഷൻ, 3B എല്ലാത്തിന്റെയും ഒരു സമ്മറൈസ്ഡ് ഇൻഫോർമേഷൻ. ഇനി എപ്പോഴും സെയിൽസിലൂടെ നമ്മൾ കളക്ട് ചെയ്യുന്ന ടാക്സിനെ പർച്ചേസിലൂടെ നമ്മൾ പേ ചെയ്ത ടാക്സ് വെച്ച് മൈനസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി എമൗണ്ട് ആണ് നമ്മൾ ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോ നമ്മൾ സെയിം കമ്പനിയിൽ തന്നെ കുറച്ചും കൂടി എക്സ്ട്രാ ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പോകും. അതില് ഒന്നാണ് ഇത് പർച്ചേസ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് അല്ലെങ്കിൽ അസറ്റ് മേടിക്കുമ്പോഴുള്ള സിറ്റുവേഷൻ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ മേടിച്ച ഐറ്റം എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ആയിരുന്നു. അപ്പോ എന്തിനാണ് കമ്പ്യൂട്ടർ നമ്മൾ മേടിച്ചത്? വിൽക്കാനായിട്ട്. ഓക്കെ, റീസെയിലിന് വേണ്ടി മേടിച്ച സാധനമായിരുന്നു കമ്പ്യൂട്ടർ. അപ്പോ റീസെയിലിന് വേണ്ടി എന്ത് ഐറ്റം മേടിക്കുമ്പോഴും പേ ചെയ്യുന്ന ടാക്സ്, അതിന്റെ മീതെ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. അതായത് പർച്ചേസിന്റെ മീതെ അടക്കുന്ന ടാക്സ് ഉപയോഗിച്ചിട്ട് സെയിൽസിന്റെ ടാക്സ് കുറക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് നമ്മളുടെ അസറ്റ് മേടിക്കുമ്പോഴും. എന്തെങ്കിലും അസറ്റ്സ് മേടിക്കുമ്പോൾ പേ ചെയ്യുന്ന ടാക്സ് ഉണ്ടെങ്കിൽ, ഇതായിരുന്നു കമ്പനി, എന്തെങ്കിലും അസറ്റ് മേടിക്കുമ്പോൾ ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സെയിൽസിന്റെ ടാക്സ് ചെയ്ത് കുറക്കാൻ പറ്റും. ഓക്കെ, കാരണം എന്താന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നമ്മൾ അസറ്റ് മേടിക്കുന്നത്? കമ്പനിയുടെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിരിക്കാം, അല്ലെങ്കിൽ കമ്പനിയുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് എന്ത് വന്നാലും ഇതിന്റെ ബെനിഫിഷ്യറി അവസാനം കസ്റ്റമർ ആയിരിക്കും. നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയല്ല, കസ്റ്റമറുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ അസറ്റുകളും കാര്യങ്ങളൊക്കെ മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എന്ത് അസറ്റ് മേടിക്കുകയാണെങ്കിലും നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരു അസറ്റ് പർച്ചേസ് ആയിരിക്കും നമ്മൾ ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന്റെ ഇന്നലെ നിങ്ങൾ എല്ലാവരും എക്സസൈസ് 1 തീർത്തിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 2 ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഇതാണ്. കഴിഞ്ഞ ട്രാൻസാക്ഷൻ നടന്നത് മെയ്യിലായിരുന്നു. മെയ്യിലെ ടാക്സ് നമ്മൾ പേ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. മെയ് മാസം കഴിഞ്ഞിപ്പോ നമ്മൾ ജൂലൈയിലേക്കായി. ജൂണില് ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ ജൂണിൽ 30 എന്നുള്ള ഡേറ്റ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ജൂലൈയിലേക്ക് ജമ്പ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ജൂലൈ 2024 കമ്പനി ഒരു മെഷീനറി മേടിച്ചു. 50 ലക്ഷം രൂപയാണ് മെഷീനറിക്ക് ആയത്. ഇനി മെഷീനറിയുടെ GST എന്ന് പറയുന്നത് 12% GST. ഗാലക്സി മെഷീൻസ് എന്ന് പറഞ്ഞ ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്നാണ് ഈ ഒരു മെഷീനറി മേടിച്ചത്. അപ്പോൾ ആ പാർട്ടി GST രജിസ്റ്റേർഡ് ആണ്. അതുകൊണ്ടാണ് അവർക്ക് GST നമ്പർ ഉള്ളത്. നമ്മുടെ കമ്പനി GST രജിസ്ട്രേഷൻ ചെയ്തിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇനി ഈ പാർട്ടി മഹാരാഷ്ട്രയാണ്. അപ്പോൾ ഇത് ഇൻട്രാ സ്റ്റേറ്റ് ആയിരിക്കും, ഇന്റർ സ്റ്റേറ്റ് ആയിരിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കും? ഇന്റർ. ഓക്കെ, അപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ എല്ലാം ഇന്റർ സ്റ്റേറ്റ്. അപ്പോൾ വരുന്ന ടാക്സ് ആണ് ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഒറ്റ ടാക്സേ വരുള്ളൂ, എളുപ്പമാണ്. അതായത് ജേണൽ എൻട്രി എഴുതാനും എളുപ്പമാണ്. ഓക്കെ, അപ്പോ ഇനി ഈ ഒരു ട്രാൻസാക്ഷൻ ഏത് വൗച്ചറിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? വൗച്ചർ, നമുക്ക് ഇത്രയും വൗച്ചർ ഉണ്ട്. നമ്മളിവിടെ നടത്തിയ കാര്യം എന്ന് പറയുന്നത് പർച്ചേസ്. ഓക്കെ, പർച്ചേസ് ചെയ്യുമ്പോൾ GST വരുന്നുണ്ടെങ്കിൽ എപ്പോഴും പർച്ചേസ് വൗച്ചറിൽ വേണം പോകാനായിട്ട്. കാരണം പർച്ചേസ് വൗച്ചറിൽ മാത്രമേ ടാലിയിൽ GST ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പർച്ചേസ് വൗച്ചറിലേക്ക് പോവാം. ഇനി പർച്ചേസ് വൗച്ചറിന് കാലങ്ങളായിട്ട് പറയുന്നുണ്ട് 2 മോഡ്സ് ഉണ്ട് മെയിൻ ആയിട്ടും. ഒന്ന് ഐറ്റവും അക്കൗണ്ടിങ്ങും. ഇവിടെ ഇപ്പൊ നമ്മൾ മേടിക്കുന്നത് ഒരു ലെഡ്ജർ ആണ്. അപ്പോ അക്കൗണ്ടിങ് ഇൻവോയ്സ് മോഡാണ് എടുക്കേണ്ടത്. അതായത് ഐറ്റം എല്ലാം മേടിക്കുന്നത് ലെഡ്ജർ ആണ്. ഇപ്പൊ ജസ്റ്റ് ഇവിടെ നിൽക്കുമ്പോൾ കൺട്രോളും H പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അക്കൗണ്ടിങ് ഇൻവോയ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റും.
അതുകൊണ്ട് ആ ഒരു മോഡ് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇനി സപ്ലയറിന്റെ ഇൻവോയ്സ് നമ്പർ മെഷീനറിയുടെ ബില്ലായതുകൊണ്ട് MCH1 എന്ന് കൊടുത്തു. ഇനി ഡേറ്റ് മാറ്റണം. 1 ജൂലൈയിലാണ് മെഷീനറി മേടിക്കുന്നത്. പാർട്ടിയുടെ പേര് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഗാലക്സി മെഷീൻസ്. സൺട്രി ക്രെഡിറ്റർ. GST ചെയ്യുമ്പോൾ സ്റ്റേറ്റ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവണം. ഇവിടെ മഹാരാഷ്ട്ര എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ മഹാരാഷ്ട്ര തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെ താഴെ കിടക്കുന്നു. ഓക്കെ, മഹാരാഷ്ട്ര. GST നമ്പർ ഉണ്ടെങ്കിൽ അതും മസ്റ്റ് ആയിട്ട് കൊടുക്കുക. ശരി. ഓക്കെ, അപ്പോ ഗാലക്സി മെഷീൻസ് മഹാരാഷ്ട്ര എന്ന് പറഞ്ഞ് ഇവിടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സേവ് ചെയ്തു. നെക്സ്റ്റ്, ഇവിടെ പെർട്ടിക്കുലേഴ്സിലാണ് ഇവരുടെ കയ്യിൽ നിന്ന് എന്താണ് മേടിച്ചത്. സാധാരണ താഴെ നമ്മൾ ഐറ്റം ആണ് വെക്കാറ്, പക്ഷെ ഇവിടെ ഇപ്പോൾ ഐറ്റം അല്ല, ഒരു ലെഡ്ജർ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ജേണൽ എൻട്രിയിൽ മെഷീനറി എന്ന് പറഞ്ഞ അസറ്റ് വരുന്നു, അതുകൊണ്ട് ഡെബിറ്റ് വരും. ഗാലക്സി മെഷീൻസ് എന്ന് പറയുന്ന പാർട്ടിക്ക് പൈസ കൊടുക്കാനുണ്ട്, അതുകൊണ്ട് അവരെ ക്രെഡിറ്റ് ചെയ്യും. ലൈബിലിറ്റി വരുന്നു, മോശപ്പെട്ട കാര്യം ക്രെഡിറ്റ് ചെയ്യും. ഇനി ഇവിടെ ഡെബിറ്റിൽ വരുന്ന അക്കൗണ്ട്, അപ്പോൾ മെഷീനറി എന്ന് പറയുന്ന അക്കൗണ്ട് ആണ്. ആ ലെഡ്ജർ ഇതുവരെ കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, നമ്മുടെ കമ്പനിയിൽ ഇല്ല. അപ്പൊ അത് ഇവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. മെഷീനറി അണ്ടർ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഈ ഒരു അസറ്റിന് GST ഉണ്ട്. ബൈ ഡിഫോൾട്ട് GST ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞായിരിക്കും കിടക്കുന്നത്. അതായത് ഇതിന് GST ഉണ്ട്. നമുക്ക് ഇനി ഇതിന്റെ HSN SAC ഡീറ്റെയിൽ ഒക്കെ കൊടുക്കണം. എല്ലാ GSTയിലുള്ള സാധനങ്ങൾക്കും ഇങ്ങനെ ഒരു HSN കോഡ് SAC കോഡൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ മെഷീനറിയുടെ HSN കോഡ് എന്ന് പറയുന്നത് ഇതാണ്, 9801. അത് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാലും കിട്ടും. ഇപ്പൊ തൽക്കാലം ആ ഒരു നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 9801. ഡിസ്ക്രിപ്ഷൻ മെഷീനറി. GST റേറ്റ് ആസ് പെർ ട്രാൻസാക്ഷൻ ഇവിടെ തന്നിട്ടുള്ളത് 12% എന്നാണ്. അപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞ സിറ്റുവേഷനൊക്കെ 18 ചെയ്ത്, ഇത് 12 ചെയ്തു മാത്രം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ ആപ്ലിക്കബിൾ ഫോർ റിവേഴ്സ് ചാർജ് എന്നുള്ള ഒരു സെറ്റിംഗ് ഇവിടെ കിടപ്പുണ്ട്. അത് നോ ആണ് ബൈ ഡിഫോൾട്ട് ആയിട്ട്. ഒരു ചില പ്രത്യേക സിറ്റുവേഷനിൽ മാത്രം അത് യെസ് ആക്കുള്ളൂ. നമ്മളത് പിന്നീട് പറയുന്നതായിരിക്കും. അപ്പൊ ഇവിടെ ഫിക്സഡ് അസറ്റിന് GST ഉണ്ട്, 12% ടാക്സ് എന്ന് പറഞ്ഞ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സേവ് ചെയ്യുക. ഇനി എത്ര രൂപയുടെ അസറ്റ് ആണ് മേടിക്കുന്നത്? ഇവിടെ 50 ലക്ഷം. ഓക്കെ, അപ്പോൾ 50 lakhs എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇനി 50 lakh ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ചോദിക്കും നെക്സ്റ്റ് ഇനി അഡീഷണലി എന്തെങ്കിലും ലെഡ്ജർ കൊടുക്കാനുണ്ടോ. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ടാക്സ് പേ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇൻപുട്ട് CGST വെച്ച് കഴിഞ്ഞാൽ എമൗണ്ട് വരില്ല. ഇൻപുട്ട് IGST വേണം വെക്കാനായിട്ട്, കാരണം ഇന്റഗ്രേറ്റഡ് ആണ്. അപ്പൊ നമ്മൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലും സിസ്റ്റത്തിന് ഈ ഒരു കേസിൽ തെറ്റ് പറ്റില്ല. കറക്റ്റ് ലെഡ്ജർ വന്നു കഴിഞ്ഞാൽ സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്ത് തരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻപുട്ട് IGST 6 lakh സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ടോട്ടൽ 56 ലക്ഷത്തിന്റെ എമൗണ്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ബില്ല് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇരിക്കും. അസറ്റ്, എമൗണ്ട്, പിന്നെ GSTയുടെ ലെഡ്ജർ, എത്രയാണ് ടാക്സ് വരുന്നത്. ആ ഒരു കാൽക്കുലേഷൻ നമുക്ക് ഇതിന്റെ അകത്ത് കാണാൻ പറ്റും. ഇതിന്റെ അകത്ത് ഇപ്പൊ വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അതായത് ഇപ്പൊ സാധാരണ നമ്മള് മുമ്പ് ടാരിയിലും അസറ്റ് മേടിക്കുന്ന സമയത്ത് പർച്ചേസ് ഓഫീസറിൽ അക്കൗണ്ടിങ് ഇൻവോയ്സ് ഉള്ള മോഡലാണ്. ഇവിടെ എക്സ്ട്രാ വന്ന ആ ഒരു GST ലെഡ്ജർ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഒരു വ്യത്യാസം. ഇനി ഇതൊന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ സേവ് ആയി. ഇനി പർച്ചേസ് റെക്കോർഡ് ആയോ എന്ന് അറിയാനായിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ GSTR 1 നോക്കാം, അല്ലെങ്കിൽ 2 നോക്കാം, അല്ലെങ്കിൽ GSTR 3B നോക്കാം. സമ്മറിയിൽ നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് 3B എടുത്ത് നോക്കാം എന്താണ് അവസ്ഥ. നമ്മളിപ്പോ നിൽക്കുന്നത് ജൂണിലല്ല, ജൂലൈയിലാണ്. പീരിയഡ് ഒന്ന് ചേഞ്ച് ചെയ്യാം. 1 ജൂലൈ ടു 31 ജൂലൈ. അവിടെ ആ ഒരു
എമൗണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ എന്ന് പറഞ്ഞ് കിടപ്പുണ്ടാവും. അതായത് ഈ ഒരു പർച്ചേസ് ചെയ്തപ്പോൾ പേ ചെയ്ത ഒരു 6 ലക്ഷം ടാക്സ് ഉണ്ട്. ഈ 6 ലക്ഷം IGST ടാക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഔട്ട്പുട്ടിനെ മൈനസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ എന്ന് പറഞ്ഞ് കിടക്കുന്നത്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഇവിടെ ഇപ്പൊ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അഡീഷണൽ ട്രാൻസാക്ഷൻ നോക്കാം. ഓക്കെ, 3B എടുത്തു എമൗണ്ട് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഇതാണ്. ഡിജിറ്റൽ ഹൗസ് എന്ന് പറയുന്ന പാർട്ടിയുടെ കയ്യിൽ നിന്ന് 2 ഐറ്റം പർച്ചേസ് ചെയ്യുന്നുണ്ട്. 10 HP പവലിയൻ കമ്പ്യൂട്ടേഴ്സും പിന്നെ 10 മൗസും. അപ്പൊ ഇവിടെ കമ്പ്യൂട്ടറിന് 18%, മൗസിന് 12%. 2 റേറ്റ് ഉണ്ട്. ഓക്കെ, ഇതുവരെ നമ്മൾ ചെയ്തതിലൊക്കെ ഒറ്റ റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇപ്പൊ 2 ഐറ്റംസ് ഉണ്ട്. 2 ഐറ്റത്തിന് 2 റേറ്റ് ഉണ്ട് മാത്രമേ വ്യത്യാസം. ഓക്കെ, ഇതും എളുപ്പമാണ്. അതായത് ഇവിടെ 2 ഐറ്റവും നമ്മൾ മറച്ചു വെക്കാനായിട്ട് മേടിക്കുന്ന സാധനങ്ങളാണ്. പർച്ചേസ് ട്രാൻസാക്ഷൻ ആണ്. ഡിജിറ്റൽ ഹൗസിന്റെ ഫസ്റ്റ് ജൂലൈയിൽ തന്നെയാണ് മേടിക്കുന്നത്. അപ്പോൾ വൗച്ചറിൽ വരാം. പർച്ചേസ് വൗച്ചറിൽ ഐറ്റം ഇൻവോയ്സ് എന്നുള്ള മോഡിലേക്കാണ് പോകാനായിട്ട്. ഫസ്റ്റ് ജൂലൈയിൽ ഡിജിറ്റൽ ഹൗസ് സെക്കൻഡ് ഇൻവോയ്സ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഫസ്റ്റ് ഇൻവോയ്സ് ആണ്. ഇതുവരെ ഡിജിറ്റൽ ഹൗസ് എന്നുള്ള പാർട്ടി വന്നിട്ടില്ല. അപ്പൊ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. ഡിജിറ്റൽ ഹൗസ് അണ്ടർ സൺട്രി ക്രെഡിറ്റർ, സ്റ്റേറ്റ് മഹാരാഷ്ട്രയാണ്, GST നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ, നെയിം ഓഫ് ഐറ്റത്തില് ഫസ്റ്റ് ഐറ്റം HP കമ്പ്യൂട്ടർ ആണ്. ആ ഐറ്റം ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് ഇവിടെ കിടപ്പുണ്ടാവും. അത് സെലക്ട് ചെയ്യാം. നിലവില് 0 സ്റ്റോക്ക് ആണ് നമ്മളത് മേടിക്കുന്നത്. 10 എണ്ണം 40,000 രൂപ. 10, 40 ഓൾറെഡി റേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. ഇനി നെക്സ്റ്റ് ഐറ്റം ആണ് മൗസ് എന്ന് പറയുന്നത്. അത് ഇവിടെ ഇല്ല. ഓൾട്ട് C പ്രസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ക്രിയേറ്റിൽ പോയി കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് മൗസ്. ഓക്കെ, മൗസിന്റെ യൂണിറ്റും ഇവിടെ നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നമ്പേഴ്സ് തന്നെ യൂസ് ചെയ്യാം. GST ആപ്ലിക്കബിൾ ആണ്. HSN ഡീറ്റെയിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി HSN ഡീറ്റെയിൽ ഇപ്പൊ ഏതെങ്കിലും നിങ്ങൾ ഒരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഐറ്റത്തിന്റെ HSN നമ്പർ അറിയില്ല എന്നുണ്ടെങ്കിൽ HSN കോഡ്, പ്രൊഡക്റ്റിന്റെ പേര് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഐറ്റത്തിന്റെ കോഡ് എത്രയാണെന്നുള്ളത് കിട്ടും. അതിവിടെ ഇപ്പോ ഓക്കെ, ഇപ്പോ 8471 എന്ന് പറയുന്നതാണ് ഇതിന്റെ കോഡ്. രജിസ്റ്റർ കോഡ് ഒന്ന് കൊടുക്കാം. ഇനി ടാക്സ് റേറ്റ് ഇവിടെ ട്രാൻസാക്ഷൻ അനുസരിച്ച് വ്യത്യാസമുണ്ട്. 12. ഓക്കെ, അപ്പോ ഐറ്റത്തിന്റെ ടാക്സ് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 12. ഓക്കെ, അപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടാലിയിൽ GST ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഓപ്ഷൻസ് ബൈ ഹാർട്ട് പഠിക്കരുത്. അതായത് ഒരു ഐറ്റത്തിന് വേണ്ട കാര്യങ്ങൾ, ടാക്സ് റേറ്റ് വേണം, പിന്നെ HSN കോഡ് വേണം. ഈ സംഭവങ്ങളൊക്കെ ഇതില് സ്ക്രീനിൽ എവിടെയെങ്കിലും ഒക്കെ ടൈപ്പ് ചെയ്യേണ്ടി വരും. ഇതേപോലെ തന്നെയാണ് ബാക്കി സോഫ്റ്റ്വെയർ. അതായത് ഇപ്പൊ നമ്മൾ സോഫ്റ്റ്ബുക്സിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെയും ഇതേപോലെയുള്ള ടാക്സിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോ ഐറ്റത്തിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, അത്ര മാത്രമേ ചെയ്യുന്നു. ബാക്കി വർക്ക് എല്ലാം സോഫ്റ്റ്വെയർ തന്നെയാണ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്. അതായത് ഇവിടെ 10 മൗസ്, ഒരു മൗസിന് 250 രൂപ. എത്ര രൂപ വെച്ചിട്ടാണ് നമ്മൾ മേടിക്കുന്നത്? 250. അങ്ങനെ ടോട്ടൽ 2500 ബില്ല്. ഓക്കെ, ഇനി നമുക്കിവിടെ ടാലിയിലുള്ള ഒരു റിപ്പോർട്ടാണ് ഈ പറഞ്ഞ കൺട്രോൾ എന്ന് പറയുന്നത്. അതെടുത്ത് നോക്കണം എന്നില്ല, പക്ഷെ എങ്ങനെയാണ് ടാക്സ് വരുന്നത് നമുക്കൊരു ഐഡിയ കിട്ടും.
ഈ റിലേറ്റഡ് റിപ്പോർട്ടിൽ GST ടാക്സ് അനാലിസിസ് എന്നുള്ള റിപ്പോർട്ട് ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ടോട്ടൽ, അതായത് ആസ് പെർ ട്രാൻസാക്ഷൻ ഇവിടെ ആസ് പെർ കാൽക്കുലേഷൻ 72,300 അത്രയുമാണ് ഇവിടെ ടാലി കാൽക്കുലേറ്റ് ചെയ്ത ടാക്സ്. അതെങ്ങനെയാണ് 72,300 വരുന്നതെന്ന് വെച്ചാൽ 4,18% 72,000, 2,500ന്റെ 12% 300 രൂപ, അങ്ങനെയാണ് 72,300 ആവുന്നത്. അപ്പൊ നമ്മളിനി ജസ്റ്റ് ലെഡ്ജർ മാത്രം ഒന്ന് ഇവിടെ ചൂസ് ചെയ്ത് കൊടുത്താൽ മതി. സിസ്റ്റം ഫുൾ എമൗണ്ട് അതിലേക്ക് അലോക്കേറ്റ് ചെയ്തോളൂ. ഇതും സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ തൽക്കാലം ഒന്ന് കൊടുക്കാം. റിപ്പോർട്ടിൽ വന്നിട്ടുണ്ടാവും GSTR 3B 1 ജൂലൈ ടു 31 ജൂലൈ വരെയുള്ള റിപ്പോർട്ടിൽ. ഓക്കെ, നേരത്തെ 6 ലക്ഷം ആയിരുന്നു, ഇപ്പൊ 6,72,300 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ 2 ട്രാൻസാക്ഷനും ഇഷ്യൂ ഇല്ലാതെ പ്രോപ്പറായിട്ട് റെക്കോർഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. ഇനി അങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് വരുന്ന നെക്സ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മള് 2 എക്സ്ട്രാ സിറ്റുവേഷൻ പറഞ്ഞു. ഒന്ന് ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ളത്, നെക്സ്റ്റ് സിംഗിൾ ഇൻവോയ്സിൽ തന്നെ 2 GST റേറ്റ് വരുന്ന സിറ്റുവേഷൻ. ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ മേടിച്ച സാധനങ്ങൾ റിട്ടേൺ കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ വിറ്റ സാധനങ്ങൾ റിട്ടേൺ കൊടുക്കും. അപ്പോൾ വരുന്ന ജേണൽ ഉണ്ട്. പർച്ചേസ് റിട്ടേണിന് നമ്മൾ ഇത്രയും നാൾ ചെയ്തിരുന്നത് ഡെബിറ്റ് നോട്ട് എന്നുള്ള ഓപ്ഷനാണ്. അതെന്നായിരിക്കും ഇനിയും ചെയ്യാൻ പോകുന്നത്. ഡെബിറ്റ് നോട്ടും സെയിൽസ് റിട്ടേണിന് ക്രെഡിറ്റ് നോട്ടും. ഇവിടുത്തെ സിറ്റുവേഷൻ ഇതാണ്. 5 മൗസ് നമ്മൾ ഡിജിറ്റൽ ഹൗസിന്റെ കയ്യിലേക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് 1-ാം തീയതി 10 മൗസ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് 5 എണ്ണം നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ക്വാളിറ്റി മോശം, അതുകൊണ്ടാണ് തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പർച്ചേസ് റിട്ടേൺ ചെയ്യുമ്പോൾ വരുന്ന ജേണൽ എൻട്രി എന്താണെന്ന് അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നോർമലി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ഇങ്ങനെ വരും. പർച്ചേസ് ഡെബിറ്റ്, നേരത്തെ ഡിജിറ്റൽ ഹൗസിന്റെ ഇപ്പൊ ഒരു 100 രൂപയുടെ സാധനം 10 രൂപ ടാക്സും കൂടി ഉണ്ടായിരുന്നെങ്കിൽ 100 + 10 ടാക്സും കൂടി ചേർത്തിട്ടാണ് പാർട്ടിക്ക് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ ടോട്ടൽ 110 രൂപയാണ് ആ പാർട്ടിക്ക് കൊടുക്കാനുള്ളത്. ഇനി പർച്ചേസ് റിട്ടേൺ സംഭവിക്കുമ്പോൾ ജേണൽ എൻട്രി വരുന്നത്, ഇപ്പൊ അതിന്റെ പകുതിയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 50 രൂപയുടെ സാധനം തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ 50 രൂപയുടെ സാധനം തിരിച്ചു കൊടുക്കുമ്പോൾ 50 രൂപയുടെ ടാക്സും കൂടി ആ പാർട്ടി നമുക്ക് തരണം, അല്ലെങ്കിൽ അത്രയും കൂടി ബാധ്യത നമ്മളുടെ കുറയണം. അതുകൊണ്ടാണ് ഇവിടെ ഡെബിറ്റിലായിട്ടുള്ള GST ഇവിടെ ക്രെഡിറ്റിൽ വരുന്നത്. കാരണം അത്രയും ടാക്സ് കുറയാണ്, അല്ലെങ്കിൽ അത്രയും ടാക്സ് ആ പാർട്ടി നമുക്ക് തരാനുണ്ട്. ഓക്കെ, അപ്പോ പർച്ചേസ് റിട്ടേണിന്റെ ജേണൽ എൻട്രി വരുമ്പോൾ ഇങ്ങനെയായിരിക്കും. നോർമൽ പർച്ചേസ് റിട്ടേൺ ആണെങ്കിൽ പർച്ചേസിന്റെ ഓപ്പോസിറ്റ് ഇത് വരും, പർച്ചേസ് റിട്ടേൺ. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ എക്സ്ട്രാ ഈ ഒരു GST വന്നിട്ടുണ്ട് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ജേണൽ എൻട്രി ഇതിൽ തന്നെ ഉണ്ട്, അത് നോക്കി മനസ്സിലാക്കാം. ഇനി സിസ്റ്റത്തിലാണെങ്കിൽ ഈ ജേണൽ എൻട്രി ഒന്നും നമ്മൾക്ക് ചെയ്യണ്ട, എല്ലാം സിസ്റ്റം ചെയ്തു. ഓക്കെ, അപ്പൊ ആകെ പർച്ചേസ് റിട്ടേണിന്റെ കേസിൽ പിന്നെ ഇവിടെ വന്ന ലെഡ്ജർ ഏതാന്ന് നോക്കുക. ഇൻപുട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്, ഔട്ട്പുട്ട് അല്ല വന്നിട്ടുള്ളത്. അപ്പൊ സാധാരണ ഇപ്പൊ ക്രെഡിറ്റിലാവുമ്പോൾ ഔട്ട്പുട്ട് വരില്ലേ എന്നുള്ള കൺഫ്യൂഷൻ വരും. പക്ഷെ ഇതിപ്പോ പർച്ചേസിന്റെ റിട്ടേൺ ആയതുകൊണ്ടാണ് ഇൻപുട്ട് തന്നെ വരുന്നത്. അതായത് ഇതിൽ നിന്ന് തന്നെ കുറക്കണം. ഇവിടെ 10 ഉണ്ടെങ്കിൽ ആ 10ന്ന് കുറഞ്ഞ് ഇത് 5 ആവണം. അപ്പോൾ ഈ 10ന്ന് കുറയാനായിട്ടാണ് ഇത് തന്നെ, ഈ ഒരു ലെഡ്ജർ തന്നെ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇനി ടാലിയിൽ ചെയ്യുമ്പോൾ എളുപ്പമാണ്. ജസ്റ്റ് ഡെബിറ്റ് നോട്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുക, ഡേറ്റ് ചേഞ്ച് ചെയ്യുക 2 ജൂലൈ, പാർട്ടിയുടെ പേര് ഡിജിറ്റൽ ഹൗസ്, ഇൻവോയ്സ് നമ്പർ ഓർമ്മയുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാം. 1 ജൂലൈയിലാണ് ആ ബില്ല് ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 ജൂലൈ എന്ന് ടൈപ്പ് ചെയ്യാം. ഇനി പർച്ചേസ് റിട്ടേൺ വരുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പർച്ചേസ് റിട്ടേൺ യൂസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ പർച്ചേസ് റിട്ടേൺ എന്നുള്ള ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. അണ്ടർ പർച്ചേസ് അക്കൗണ്ട് GST ആപ്ലിക്കബിൾ ആണ്. ഏത് ഐറ്റം ആണ് റിട്ടേൺ ചെയ്യുന്നത് നോക്കുമ്പോൾ മൗസ് 5 എണ്ണം, റേറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും. അപ്പോൾ മൗസ് റിട്ടേൺ പോകുമ്പോൾ അതിന്റെ കൂടെ ടാക്സും കൂടി കുറയണം.
150 രൂപയുടെ ടാക്സും കൂടി കുറയും. ഓക്കെ, ഇനി ബില്ലിൽ നിന്ന് ഈ എമൗണ്ട് ഫുൾ ആയിട്ട് കുറയണം. അതുകൊണ്ട് ഇവിടെ എത്തുമ്പോൾ ടാലിയിൽ എഗെയിൻസ്റ്റ് റെഫ് വേണം സെലക്ട് ചെയ്യാനായിട്ട്. അപ്പൊ നേരത്തെ നമ്മളുടെ ടൈപ്പ് ചെയ്ത ഇൻവോയ്സ് ഇവിടെ കാണാം, DHINV എന്റർ. അതിൽ നിന്ന് അതിന്റെ എമൗണ്ട് നോക്കാം, 4,74,000 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 1,400 റിട്ടേൺ പോവുകയാണ്, കുറയുകയാണ്. ഓക്കെ, ഇനി ഇത് സേവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്, പ്രൊവൈഡ് GST ഡീറ്റെയിൽ. അതൊന്ന് യെസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ സിറ്റുവേഷനിൽ റിപ്പോർട്ടിൽ റിഫ്ലക്ട് ചെയ്യൂ. അതായത് ഇവിടെ പ്രൊവൈഡ് GST ഡീറ്റെയിൽ എന്നുള്ളത് ഒന്ന് യെസ് ആക്കി കൊടുക്കുക. യെസ് ആക്കി കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഐറ്റം തിരിച്ചു കൊടുക്കുന്നത്, സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ വേണം ചൂസ് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ ഇത് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്ന ഡോക്യുമെന്റ് നമ്മുടെ കമ്പനിയിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്നത്, അതിന് റീസൺ ആണ് കൊടുക്കേണ്ടത്. അപ്പൊ അതിനുള്ള കുറച്ച് റീസൺസ് ഇതിന്റെ അകത്തുണ്ട്. ചിലപ്പോൾ സെയിൽസ് റിട്ടേൺ ആയിരിക്കാം, ചിലപ്പോൾ സർവീസിലുള്ള എന്തെങ്കിലും കുറവായിരിക്കാം, ബില്ലിലുള്ള കറക്ഷൻ ആയിരിക്കാം, അങ്ങനെ പല റീസൺസ് ആയിരിക്കാം. ഈ സിറ്റുവേഷനിൽ സെയിൽസ് റിട്ടേൺ ആണ്. അതായത് എന്തുകൊണ്ട് സെയിൽസ് റിട്ടേൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പർച്ചേസ് റിട്ടേൺ അവരുടെ സെയിൽസ് റിട്ടേൺ ആണ്, പാർട്ടിയുടെ സെയിൽസ് റിട്ടേൺ. അപ്പൊ അതുകൊണ്ട് സെയിൽസ് റിട്ടേൺ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് സപ്ലയറിന്റെ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് നോട്ട് നമ്പർ. സപ്ലയർ നമുക്കൊരു ഡോക്യുമെന്റ് തരും. അതായത് നമ്മളുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് കുറെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ സപ്ലയറിന്റെ സൈഡിൽ നിന്നും ഈ സംഭവങ്ങൾ തരും. അപ്പൊ അതില് അയാളുടെ ഡോക്യുമെന്റ് നമ്പർ കൊടുക്കുക. അതായത് ഇപ്പൊ ഡിജിറ്റൽ ഹൗസിന്റെ റിട്ടേൺ ആണ്, അപ്പോ സെയിൽസ് റിട്ടേൺ 1 എന്തെങ്കിലും ഒരു നമ്പർ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്പേസ് പാടില്ല എന്നുള്ളൂ ഇങ്ങനെയുള്ള ഇൻവോയ്സുകൾക്ക്. ഓക്കെ, ഇനി എന്നാണ് അയാൾ തിരിച്ചു തന്നിട്ടുള്ളത്, 2 ജൂലൈയിലാണ് അവർ ആ ഒരു റിട്ടേൺ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 ജൂലൈ എന്നുള്ള ഡേറ്റും കൊടുത്തു, എന്റർ, എഗെയിൻസ്റ്റ് റെഫ് കൊടുക്കുക, സേവ് ചെയ്യാം. അങ്ങനെ നമ്മളിപ്പോ ആദ്യമായിട്ടാണ് ആ ഒരു റിട്ടേൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ GSTR 3B ഒന്ന് എടുത്ത് നോക്കാം. ആദ്യം 3Bയിൽ എന്താണ് അവസ്ഥയെന്ന് നോക്കാം. 1 ജൂലൈ 31 ജൂലൈ. ഓക്കെ, 3Bയില് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിളില് 6,72,150 ആണ് ഇപ്പൊ കിടക്കുന്നത്. അതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇങ്ങനെ കാണാം. അതും ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ 2 പർച്ചേസും ആ ഒരു ഡെബിറ്റ് നോട്ട് ഇങ്ങനെ മൈനസ് ആയി പോകുന്നത് കാണാൻ പറ്റും. ഇനി ഇത് കൂടാതെ നമുക്ക് GSTR 2 കൂടി എടുത്ത് നോക്കാം. ഓക്കെ, 2A 1 ജൂലൈ 31 ജൂലൈ. ഇതിലിങ്ങനെ സെപ്പറേറ്റ് 2 സെക്ഷൻ ആയിട്ട് കാണാം. പർച്ചേസ് ചെയ്തത് എത്ര, B2B ഇൻവോയ്സസ്, പിന്നെ ഇത് ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. അങ്ങനെ റിപ്പോർട്ട്സിൽ കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങളുടെ റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ ഇവിടെ അൺസർട്ടൻ ആയിട്ട് എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ പോയി കറക്റ്റ് ചെയ്യാം. മിക്കവാറും അൺസർട്ടൻ വരുന്നത് ആ പറഞ്ഞ സെയിൽസ് റിട്ടേൺ ഡോക്യുമെന്റ് നമ്പർ കൊടുത്തിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളെ കൊണ്ടൊക്കെയാണ് അൺസർട്ടൻ വരാറ്. അൺസർട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ റിപ്പോർട്ട്സിൽ കറക്റ്റ് ആയിട്ട് റിഫ്ലക്ട് ചെയ്തു പോകും. ഓക്കെ, അപ്പോൾ നമ്മളൊരു പർച്ചേസ് റിട്ടേൺ ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് സിറ്റുവേഷൻ ഇതേപോലെ തന്നെയുണ്ട് ശരിക്കും സെയിൽസ് റിട്ടേൺ. ഓക്കെ, വ്യത്യാസമൊന്നുമില്ല, സെയിൽസ് റിട്ടേൺ എപ്പോഴെങ്കിലും വരുന്നുണ്ടെന്ന് നോക്കാം. നമ്മളിപ്പോൾ എന്തായാലും ഡെബിറ്റ് ക്രെഡിറ്റ് നോട്ട് പറഞ്ഞു, ഡെബിറ്റ് നോട്ട് ചെയ്തു. നെക്സ്റ്റ് സിറ്റുവേഷൻ ആണ് ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് ആൻഡ് സെയിൽസ് GSTയിൽ സർവീസ്. അതായത് ഇപ്പൊ നമ്മൾ ഇത്രയും നേരം എന്താണ് ആ ഒരു ഗുഡ്സ് ആണ് സെയിൽ ചെയ്തത്, ഇവിടെ ഇപ്പൊ സർവീസ് സെയിൽ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമ്മുടെ കമ്പനി ഇപ്പൊ വീണ്ടും ജൂലൈയിൽ തന്നെയാണ് ട്രാൻസാക്ഷൻ. ഡ്രൈ ക്ലീനിങ് സർവീസ് ആണ് കൊടുക്കുന്നത്. ഇനി സർവീസിന് ഉള്ള കോഡാണ് SAC കോഡ് എന്ന് പറഞ്ഞ കോഡ്. ഗുഡ്സിനാണ് HSN കോഡ്, സർവീസ് ആണെങ്കിൽ സർവീസ് അക്കൗണ്ടിങ് കോഡ് എന്ന് പറഞ്ഞൊരു കോഡാണ് എല്ലാ തരം സേവനങ്ങളെയും തിരിച്ചറിയാനായിട്ട് GSTയിൽ ഉള്ളത്. അപ്പോൾ അതും ഈ സ്ക്രീൻഷോട്ടിലുണ്ട്, ഏതൊക്കെ SAC കോഡാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഡ്രൈ ക്ലീനിങ് സർവീസ് ആണ് 1 ജൂലൈ 2024 നമ്മൾ മേടിക്കുന്നത്.
4 ലക്ഷത്തിന്റെ സർവീസ് ആണ്. 18% GST ഉണ്ട്. ഇത് നമ്മൾ വിൽക്കുന്നത് കേരള ട്രേഡേഴ്സ് എന്ന് പറയുന്ന പാർട്ടിക്കാണ്. അതായത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ സെയിൽസ് ആണ്. കമ്പനി പ്രൊവൈഡഡ് എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ കൊടുത്തു, അപ്പൊ നമുക്ക് സെയിൽസ് ആണ്. അപ്പൊ നമ്മൾ ഡ്രൈ ക്ലീനിങ് സർവീസ് എന്ന് പറഞ്ഞ സർവീസും കൂടി കേരള ട്രേഡർ എന്നുള്ള ഒരു GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള വ്യക്തിക്ക് കൊടുക്കുകയാണ്. അപ്പൊ അത് സെയിൽസ് വൗച്ചറിൽ വേണം റെക്കോർഡ് ചെയ്യാനായിട്ട്. അതിലും വലിയ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. അതായത് ജസ്റ്റ് ഒന്ന് F8 പോവാം. പിന്നെ ഇതിപ്പോ ഐറ്റം അല്ല വിൽക്കുന്നത്, സർവീസ് ആണ്. അപ്പൊ ജസ്റ്റ് Ctrl+H പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ഇൻവോയ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കാൻ പറ്റും. അതിൽ നിന്ന് ഇപ്പോ നമുക്കൊരു ഇൻവോയ്സ് നമ്പർ കൊടുത്തു. ഓക്കെ, 1 ജൂലൈയിലാണ് സർവീസ് കൊടുക്കുന്നത്. അപ്പൊ ഡേറ്റ് ഒന്ന് മാറ്റാം. 1 ജൂലൈ. പാർട്ടിയുടെ പേര് കേരള ട്രേഡേഴ്സ്. കസ്റ്റമർ ആയതുകൊണ്ട് സൺട്രി ഡെപ്റ്റർ. GST നമ്പർ ഉണ്ടാവും, അതൊന്ന് ആഡ് ചെയ്യാം. സേവ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിപ്പോ അക്കൗണ്ടിങ് ഇൻവോയ്സ് ആണ്. ഐറ്റം ഇൻവോയ്സ് അല്ല, അക്കൗണ്ടിങ് ഇൻവോയ്സ് ആണ്. അതാണ് വ്യത്യാസം. അപ്പോൾ ലെഡ്ജർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഡ്രൈ ക്ലീനിങ് സർവീസ് എന്നുള്ള ഒരു ലെഡ്ജർ ആണ് വേണ്ടത്. ഡ്രൈ ക്ലീനിങ് സർവീസ്. ഇതൊക്കെ കമ്പനിയുടെ ഇൻകം എന്നുള്ള ഗ്രൂപ്പിനുള്ളതായിരിക്കും വരുമാനം. ഓക്കെ, ഇനി ഡയറക്ട്ലി കിട്ടുന്ന, അതായത് മെയിൻ ആയിട്ട് ബിസിനസിന്റെ ഒരു വരുമാനം ആയിട്ടായിരിക്കും കിട്ടുന്നത് ഇങ്ങനെയുള്ള. അതായത് ഇപ്പൊ ഒരു ഡ്രൈ ക്ലീനിങ് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അതാണ് അവരുടെ ഡയറക്റ്റ് ഇൻകം. അപ്പൊ നമ്മൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഇൻകം എന്നുള്ള ഗ്രൂപ്പാണ് ചൂസ് ചെയ്യുന്നത്. GST ആപ്ലിക്കബിൾ ആണ്. പിന്നെ ഇവിടെ GSTയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുക. SAC കോഡ് അതിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. ജനറൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ടാക്സ് റേറ്റ് എത്രയെന്നുള്ളത് അത് ഇവിടെ തന്നിട്ടുണ്ട്, 18%. സേവ് ചെയ്യാം. ഇനി എമൗണ്ട് വരുന്നത് 4 ലക്ഷം, 4 lakh rupees. ഓക്കെ, ഇനി കേരളത്തിലുള്ള പാർട്ടിയാണ്, അതുകൊണ്ട് വരുന്ന ടാക്സ് ഔട്ട്പുട്ട് CGST വരും, ഔട്ട്പുട്ട് SGST വരും. കാരണം ഇൻട്രാ സ്റ്റേറ്റ് ആണ്. സ്വന്തം സംസ്ഥാനത്തിനകത്ത് സെൻട്രലും സ്റ്റേറ്റും 2 ടാക്സ് ആയിരിക്കും വരുന്നത്. അതിപ്പോ നിങ്ങൾ പുറത്തു പോയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഒരു ഹോട്ടലിലൊക്കെ പോയിട്ട് ഫുഡ് മേടിച്ചു കഴിഞ്ഞാൽ അവിടെ CGST SGST എന്നായിരിക്കും ബില്ലിൽ ഉണ്ടാവുന്നത്. അതേസമയം ഇപ്പൊ ആമസോണിൽ നിന്നൊക്കെ മേടിച്ചു കഴിയുമ്പോൾ മിക്കവാറും IGST എന്നൊക്കെ ആയിരിക്കും അതിലുണ്ടാവുന്നത്. കാരണം ഇപ്പൊ ഒരു ഫോണൊക്കെ നമ്മൾ മേടിക്കുകയാണെങ്കിൽ വല്ല ബാംഗ്ലൂരിൽ നിന്നൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ IGST എന്നുള്ള ടാക്സ് ആയിരിക്കും വരുന്നത് നമ്മൾക്ക് കിട്ടുന്ന ബില്ലിൽ. സ്വന്തം ബില്ലുകളൊക്കെ ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഐഡിയ കിട്ടും. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ള റിയൽ ലൈഫിലെ എക്സ്പീരിയൻസ് ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാവും. സോ ഇത് ഇൻവോയ്സ് ആയിട്ടൊന്ന് സേവ് ചെയ്തു. ഇനി അത് റിപ്പോർട്ടിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 3Bയില് 1 ജൂലൈ 31 ജൂലൈയില് ഓക്കെ, ആദ്യത്തെ സെയിൽസ് ആണിത്. 36,000 CGST SGSTയുടെ ഫസ്റ്റ് സെയിൽസ് ഇവിടെ റെക്കോർഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് കമ്പനി പേ ചെയ്യുമ്പോഴും, അതായത് എക്സ്പെൻസ് പേ ചെയ്യുമ്പോഴും ചിലപ്പോൾ ടാക്സ് ഉണ്ടാകാം. ഓക്കെ, അപ്പോ എക്സ്പെൻസ് പേ ചെയ്യുമ്പോൾ ഉള്ള സിറ്റുവേഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ സെയിം തന്നെ പർച്ചേസ് വൗച്ചറിൽ അക്കൗണ്ടിങ് ഇൻവോയ്സ് മോഡ് എടുക്കാം. അതാണ് വ്യത്യാസം. നേരത്തെ ആ ഒരു അസറ്റ് പർച്ചേസ് ചെയ്തപ്പോൾ ചെയ്തില്ലേ, അതേപോലെ തന്നെ ഉള്ള കാര്യമുള്ളൂ. പർച്ചേസ് വൗച്ചറിൽ പോവാം. ഡേറ്റ് 2 ജൂലൈയിലാണ്. 2 ജൂലൈ. സ്റ്റാർ പബ്ലിസിറ്റി ലിമിറ്റഡ്. സ്റ്റാർ പബ്ലിസിറ്റി ലിമിറ്റഡ് സൺട്രി ക്രെഡിറ്റർ ആയിരിക്കും. ഇവരെവിടെയുള്ളതാണ്? കേരളത്തിലുള്ളവരാണ്.
ഓക്കെ, അപ്പോൾ അവരുടെ GST നമ്പർ കൊടുത്തു, സേവ് ചെയ്തു. ഇനി ഇവിടെ ഇപ്പോൾ നിൽക്കുന്ന മോഡ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഇൻവോയ്സ് മോഡാണ്. ആ മോഡിൽ നിൽക്കുമ്പോഴേ ഇങ്ങനെയുള്ള സർവീസ് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. സർവീസ്, ഇവിടുത്തെ സർവീസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ അഡ്വർടൈസിങ് സർവീസ് ആണ്. ലെഡ്ജർ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക, ഡിജിറ്റൽ അഡ്വർടൈസിങ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് വെക്കുന്നതായിരിക്കും നല്ലത്, ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണെന്ന് വിചാരിച്ചിട്ട്. SAC കോഡ് തന്നിട്ടുണ്ട് 9983. ടാക്സ് റേറ്റ് 18% GST. ഇപ്പോൾ 18 കൊടുത്തു, സേവ് ചെയ്യും. എമൗണ്ട് 1,50,000. ഇനി ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലേക്കും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിലേക്കും ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഇൻപുട്ട് CGST പർച്ചേസ് ആയതുകൊണ്ടാണ് ഇൻപുട്ട് വരുന്നത്. ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST, ഈ രണ്ട് ലെഡ്ജർ ആയിരിക്കും ഇതിൽ വരുന്നത്. ഇനിയിപ്പോൾ ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷനും റെക്കോർഡായി. GSTR 3B എടുത്ത് നോക്കി കഴിയുമ്പോൾ എല്ലാ ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ട് ഈ ഒരു റിപ്പോർട്ട് എടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റിപ്പോർട്ടും എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടും. 3B എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും സംഭവിക്കും, പർച്ചേസും സെയിൽസും. ഓക്കെ, അപ്പോൾ ഇവിടെ 3Bയിൽ ഇപ്പോൾ ടോട്ടൽ ഇത്രയും ടാക്സ് വന്നിട്ടുണ്ട്. അതെങ്ങനെ വരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർ പബ്ലിസിറ്റി, ഓക്കെ, ഇതാണ് ഇപ്പോൾ ചെയ്തത്. 1,50,000 ഈ ഒരു ടാക്സും കൂടി CGST SGST ടാക്സും കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കളക്ട് ചെയ്ത ടാക്സ് 72,000. ഓൾറെഡി നമ്മൾ പേ ചെയ്ത ടാക്സ് എന്ന് പറയുന്നത് 699. ഓക്കെ, അപ്പോൾ കച്ചവടം കുറവാണ്, അടക്കുന്ന ടാക്സ് ആണ് ഇവിടെ കൂടുതൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് സിറ്റുവേഷൻ കൂടി നോക്കാം. ഇനി 2 സിറ്റുവേഷൻ കൂടി ഉള്ളതിൽ അതും കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ സിസ്റ്റത്തിൽ ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നതാണ്, 2 ചെയ്തു. നെക്സ്റ്റ് സിറ്റുവേഷൻ ആണ് ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് ആൻഡ് സെയിൽസ് GST ഓർ സർവീസ് ഇൻക്ലൂസീവ് ഓഫ് GST. അതായത് ചില സാഹചര്യങ്ങളിൽ GST ചേർത്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും പാർട്ടികൾ പറയുന്നത്. അതായത് ഇപ്പോൾ റീസെന്റ് എനിക്ക് സംഭവിച്ചൊരു കാര്യമാണ്. അതായത് ഞാനൊരു പാന്റിന്റെ ക്ലോത്ത് എടുത്തു. ഓക്കെ, അപ്പൊ ക്ലോത്ത് അവിടെ ചെന്നപ്പോ റേറ്റ് ചോദിച്ചപ്പോ എത്രയാണ്, 100 മീറ്റർ എന്തോ 140 250 അങ്ങനെ എന്തോ ഒരു റേറ്റ് ആയിരുന്നു. അപ്പോ എല്ലാം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യും എത്ര മീറ്ററിന് ഇത്ര എന്ന് പറയുന്നത്, മെന്റലി നമ്മൾ കണക്ക് കൂട്ടും. എന്നിട്ട് അവസാനം അവിടെ ബില്ലിങ്ങിന്റെ അവിടേക്ക് ചെല്ലുമ്പോഴായിരിക്കും ഓക്കെ അതിന്റെ പുറമെ ആയിരിക്കും GST വരുന്നത്. അതായത് അവരൊരു റേറ്റ് പറയും, അതിന്റെ കൂടെ പുറമെ ആയിരിക്കും GST വരുന്നത്. ഇപ്പൊ നമ്മളൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഒരു വടക്കും ചായക്കും എത്രയാണ്, ഇത്ര 10 രൂപ 5 രൂപ. ഓക്കെ, എന്നിട്ട് അവസാനം ബില്ല് വരുമ്പോൾ 15 രൂപ കൊടുക്കാൻ പോക്കറ്റിൽ അത്ര പൈസ ആയിരിക്കും നമ്മൾ കരുതിയിട്ടുണ്ടാവും. പക്ഷെ ബില്ല് വരുമ്പോൾ ചിലപ്പോൾ GST കൂടി ചേർത്തിട്ട് ഒരു 2 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ഓക്കെ, അതാണ്. അപ്പോ ചില കാര്യങ്ങൾ ഇങ്ങനെ പുറമേ GST എന്നുള്ള രീതിയിലായിരിക്കും പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഇപ്പൊ നമ്മളൊരു ഷോപ്പിൽ ചെന്നിട്ട് ഇപ്പൊ ഒരു മാഗി നൂഡിൽസ് അങ്ങനെയുള്ള പാക്കേജ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോ നിങ്ങൾ അതിന്റെ ബില്ലെടുത്ത് നോക്കി കഴിയുകയാണെങ്കിൽ ഒരിക്കലും ഇപ്പൊ മാഗി നൂഡിൽസിന്റെ MRP 48 എന്നാണ് കാണുന്നതെങ്കിലും അതിന്റെ മീതെ വീണ്ടും GST ഒരിക്കലും വരില്ല. അതായത് MRP ആ വില തന്നെയാണ്. ഇപ്പൊ നമ്മളൊരു സാധാ കടയിൽ ചെന്ന് കഴിഞ്ഞാലും സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാലും ഒക്കെ ആ MRP തന്നെ ആയിരിക്കും അവരെടുക്കുന്നത്. MRP റിലയൻസിലേക്ക് അങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് തരും. അത് അവർക്ക് ഹോൾസെയിൽ മേടിക്കുമ്പോൾ ഉള്ള ലാഭം. പക്ഷെ അതിൽ കൂടുതൽ വരില്ല. സാധാരണ GST വരുമ്പോൾ നമുക്ക് കൂടുതലാണ് കൊടുക്കേണ്ടി വരാറ്. ഓക്കെ, പക്ഷെ അതുപോലുള്ള സിറ്റുവേഷൻ ആണ് ഈ പറഞ്ഞ ഇൻക്ലൂസീവ് ഓഫ് GST എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇപ്പൊ 2 ലക്ഷം രൂപയുടെ സാധനം എന്ന് പറയുന്നുണ്ട്, അതിൽ GSTയും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഈ 2 ലക്ഷം രൂപയിൽ 18% GST കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇതിൽ ടാക്സ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എത്രയായിരിക്കും ടാക്സ്? അതായത് ഇവിടെ ഈ 2 ലക്ഷം രൂപയിൽ 18% GST കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോ സാധനത്തിന്റെ വില എന്താണ്, ടാക്സ് എത്രയാണ് എന്നുള്ളതാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. എത്ര വരും? ഫോണിൽ കാൽക്കുലേറ്റർ ഇല്ലേ, ഇതൊന്ന് കൂട്ടി നോക്കി. നിങ്ങളുടെ കാൽക്കുലേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം.
2 ലക്ഷത്തിന്റെ ഈ 2 ലക്ഷത്തിൽ GST കൂടി ചേർത്തിട്ടുണ്ട്. അപ്പൊ എത്ര ആയിരിക്കും GST എമൗണ്ട്? സാധനത്തിന്റെ വില എത്രയും? 44,000 ടാക്സ് ആണോ? എല്ലാവർക്കും തന്നെ കിട്ടിയത്? എനിക്കറിയില്ല, ഞാൻ കൂടി നോക്കിയാണ്. നീരജിന് എത്ര കിട്ടി? ആ, ഇത് 36,000. 36 വരാൻ സാധ്യത കുറവാണ്. ആ ഐറ്റത്തിന്റെ റേറ്റ്. അഞ്ചരക്ക് എത്ര കിട്ടി? 34, 36, 36. കെയ്ഫിന് എത്ര കിട്ടി? 1,66,000. ഓക്കെ, 1,64,000 ഐറ്റത്തിന്റെ വില. കെയ്ഫിന് എത്ര കിട്ടിയത്? 36, 2,36. അത് സാധാരണ GST. അതായത് ഇവിടെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്. നമുക്ക് എക്സലിലേക്ക് പോവാം. സാധാരണ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐറ്റം റേറ്റ് എന്ന് പറയുന്നത് 2 ലക്ഷം, GST 18% വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. അതായത് ഈ 2 ലക്ഷത്തിന്റെ 18% എന്ന് പറയുന്നത് 36,000 ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ടോട്ടൽ എത്രയാണ് എമൗണ്ട് വന്നിട്ടുള്ളത്? 2,36 ഒന്നില്ല ഐറ്റത്തിന്റെ വില. പക്ഷെ ഇവിടെ ആസ് പെർ ട്രാൻസാക്ഷൻ ഐറ്റത്തിന്റെ വില എന്ന് പറയുന്നത് 2 ലക്ഷം ഇൻക്ലൂഡിങ് GST. 2,36,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. അല്ല, അതായത് ഇപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നോക്കാം. ഐറ്റത്തിന്റെ വില ഇപ്പൊ നിങ്ങൾ പറഞ്ഞ രീതിയിലാണെങ്കിൽ 2,36,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1,64,000. ഇതാണ് ഐറ്റത്തിന്റെ വില എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ അതിന്റെ GST എന്ന് പറയുന്നത് ഈ വിലയുടെ 18% ആയിരിക്കില്ലേ? അല്ല, ആ, അപ്പൊ ടോട്ടല് സാധനത്തിന്റെ വില വീണ്ടും കൂടിയില്ലേ? ഇത് ടാക്സും കൂടി ചേർത്തിട്ട് 2 ലക്ഷം. എന്താ ടാക്സും കൂടി ചേർത്തിട്ടാണ് ഇപ്പൊ ഈ 2 ലക്ഷം രൂപ വരുന്നത്. അതില് ഐറ്റത്തിന്റെ വിലയും ഉണ്ട്, പ്ലസ് 2 ലാക്ക് വരൂല. രണ്ടും കൂടി ഇല്ല. അപ്പോ സാധനത്തിന്റെ വില കൂടിയില്ലേ? ഇപ്പൊ നേരത്തെ അതായത് ഇപ്പൊ ഒരു 20 രൂപയുടെ മാഗി ഒരു 23 രൂപ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കും? ഇല്ലല്ലോ. അല്ല, അതിപ്പോ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഇപ്പൊ മാഗി നൂഡിൽസ് 20 രൂപ. ഓക്കെ, ഈ 20 രൂപയിൽ ടാക്സും കൂടി ചേർത്തിട്ടാണ് കടക്കാരൻ വിൽക്കുന്നത്. ഓക്കെ, അപ്പോ ടാക്സ് എത്ര എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ഇപ്പൊ അമല് പറഞ്ഞ ലോജിക്ക് അനുസരിച്ചാണെങ്കിൽ ഈ ടാക്സ് എന്ന് പറയുന്നത് സേ ഒരു 5 രൂപയെന്ന് വിചാരിക്കാം. 20ന്റെ ഒരു പെർസെന്റേജ് 5 രൂപയാണെങ്കിൽ അപ്പൊ ഫൈനൽ പ്രൈസ് എന്ന് പറയുന്നത് എത്ര വരും? 25 രൂപ ആവൂലേ? പക്ഷെ ശരിക്കും പറഞ്ഞ MRP എത്രയാണ്? 20 രൂപ ഉള്ളൂ. അപ്പൊ നമ്മളും കടക്കാരും തമ്മിൽ എപ്പോഴും പ്രശ്നം ഉണ്ടാവില്ലേ? അതാണ് അവിടുത്തെ കാര്യം. അതായത് ഇവിടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഈ 2 ലക്ഷം ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് ആണ്. അതായത് ഇതിൽ സാധനത്തിന്റെ വിലയും ഉൾപ്പെടുന്നുണ്ട്, ടാക്സും ഉൾപ്പെടുന്നുണ്ട്. രണ്ടും കൂടി ചേർത്തിട്ടാണ് വെക്കുന്നത്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചില അക്കൗണ്ടിങ് ഇന്റർവ്യൂലൊക്കെ പോയി കഴിയുമ്പോൾ ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പൊ നിങ്ങൾക്ക് GST അറിയാമോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ചില ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ കാൽക്കുലേറ്റർ ഒക്കെ എടുത്ത് നിൽക്കേണ്ടി വരും. എന്നാലേ അവരിങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമ്പോൾ, അതായത് ഫോണിൻ ഇന്റർവ്യൂലൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. അല്ലാതെ ഇപ്പോ നേരിട്ട് ചോദിക്കുമോ പിന്നെ നമ്മൾ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്യാതെ നിൽക്കണം. ഓക്കെ, ഇതില് കാൽക്കുലേഷൻ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഇതാണ് ഐറ്റം റേറ്റ് 2 ലക്ഷം. ഓക്കെ, അപ്പോ നമ്മൾ ഇതിൽ കാൽക്കുലേഷൻ എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല് പണ്ടത്തെ
മാത്സ് പഠിച്ചതൊക്കെ ഓർമ്മ ചിന്തിക്കുക. അതായത് ദിസ് ഗിവ്സ്, നമ്മൾ ഇങ്ങനെയാണ് അസ്യൂം ഐറ്റം വാല്യൂ ആസ് 100% ആൻഡ് ടാക്സ് എന്ന് പറയുന്നത് 18%. അതായത് ഐറ്റത്തിന്റെ വില 100%വും ടാക്സ് 18%വുമാണ്. അപ്പോ ഇവിടെ ട്രാൻസാക്ഷനിൽ പറഞ്ഞിട്ടുള്ളത് ഈ 2,00,000-ല് 18% GST കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഐറ്റത്തിന്റെ വില 100%വും ടാക്സ് 18%വും ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2 lakh ഇംപ്ലൈസ് 118%. അതായത് ഈ 2,00,000 എന്ന് പറയുന്നത് 118%. അതായത് ഐറ്റത്തിന്റെ വില 100% പ്ലസ് ടാക്സ് 18%. അതായത് ഈ 2,00,000 എന്ന് പറയുന്നത് 118%ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഇനി നെക്സ്റ്റ് ഇതിൽ നിന്ന് കൺസിഡർ ചെയ്യേണ്ടത് ഐറ്റം വാല്യൂ ആണ്. ഐറ്റം വാല്യൂ വിൽ ബി 2 lakh. ഈ 2,00,000-ല് എന്താണുള്ളത്? ടാക്സ് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പൊ ഈ 2,00,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 118 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് 100% കിട്ടും. അതായത് 118 ഭാഗത്തിൽ നിന്ന് 100 ഭാഗം നമുക്ക് കണ്ടുപിടിക്കണം. അതായത് ഈ ഒരു 2,00,000 എന്ന് പറയുന്നത് 118 ഭാഗമാണ്. അതായത് സാധനത്തിന്റെ വില പ്ലസ് 18 ഭാഗം ടാക്സും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു 2,00,000 എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മളുടെ അസംഷൻ എന്ന് പറയുന്നത് ഐറ്റത്തിന്റെ വില 100 ഭാഗം. അപ്പൊ ഈ ഒരു 2,00,000-ൽ നിന്ന് അതിന്റെ 100 ഭാഗം കണ്ടുപിടിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ 2,00,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 118 എന്ന് പറയുമ്പോൾ ഇവിടെ ജസ്റ്റ് കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. 2,00,000-ന്റെ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 118 എന്ന് പറയുമ്പോൾ 1,69,469. ഇതാണ് ഐറ്റം വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇനി ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് അത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് വിൽ ബി 2 lakhന്റെ 18 ഡിവൈഡ് ബൈ 118. അതായത് 118 ഭാഗത്തില് 18 ഭാഗം എത്രയാണ് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ് എമൗണ്ട് കിട്ടും. അതെന്ന് പറയുന്നത് 2,00,000 ഇൻറ്റു 18 ഡിവൈഡ് ബൈ 118 എന്ന് പറയുമ്പോൾ 30,508 എന്ന് പറഞ്ഞ എമൗണ്ട് കിട്ടും. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി ചേർത്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് 2,00,000 കിട്ടും. ഓക്കെ, അതാണ് മാത്സിന്റെ കളി എന്ന് പറയുന്നത്. അതായത് ഇതിപ്പോ ഒരു 118 ഭാഗമായിട്ടാണ് അസ്യൂം ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാതെ ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഈ 2,00,000-ന്റെ 18% ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എക്സ്ട്രാ വരും, ടാക്സ് എക്സ്ട്രാ ആണ്. പക്ഷെ ഇതില് നമ്മള് മാത്തമാറ്റിക്കലി ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ 2,00,000-ല് 100% ഐറ്റത്തിന്റെ വിലയുമുണ്ട്, 18% ടാക്സും ഉണ്ട്. അപ്പൊ ഈ 2,00,000 എന്ന് പറയുന്നത് 118% എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ ഒരു 118%-ത്തിൽ നിന്ന് നമ്മൾ ആദ്യം 100% എത്രയെന്ന് കണ്ടുപിടിച്ചു. അതാണ് ഐറ്റത്തിന്റെ വില. ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് 18%. അത് ഇത്. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന തുക 2,00,000 എന്നുള്ള എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനിയിപ്പോ ഇതില് ഈ കാൽക്കുലേഷൻ നമ്മൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയറിൽ ഇതിനുള്ള എല്ലാ സെറ്റിങ്സും ഉണ്ട്. നമ്മൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ സോഫ്റ്റ്വെയർ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാവരും നമുക്ക് ചെയ്തു തരും. ഓക്കെ, അപ്പൊ അതായിരിക്കും നമ്മൾ ഇനി നെക്സ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതാണ് ഇൻക്ലൂസീവ് ഓഫ് ടാക്സ്. ഈ കാൽക്കുലേഷൻ ഓക്കെയാണ്. ഓക്കെ, ഇനി ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ സിസ്റ്റം ചെയ്തു തരും. സിസ്റ്റം ചെയ്ത് അപ്പോഴും നമുക്ക് നോക്കാം സിസ്റ്റത്തിന് എത്രയാണ് എമൗണ്ട് കിട്ടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോ ഇത് മാറ്റിക്കോട്ടെ, പിന്നെ കഴിയാറായാലും മാറ്റിക്കോട്ടെ. ഓക്കെ, അപ്പോൾ
ഓക്കെ, അപ്പൊ ഇവിടുത്തെ ട്രാൻസാക്ഷൻ സിറ്റുവേഷൻ ഇതാണ്. ഇതാണ് ഇൻക്ലൂസീവ് ഓഫ് GST. ഓക്കെ, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കമ്പനിയാണ് കേട്ടോ സർവീസ് കൊടുക്കുന്നത് ഫസ്റ്റ് ജൂലൈയില്. അപ്പൊ നമുക്ക് സെയിൽസ് ആണ്, ഡ്രൈ ക്ലീനിങ് സർവീസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ആ ലെഡ്ജർ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. സെയിൽസില് എക്സൽ സൊല്യൂഷൻസ്. അപ്പോൾ EXCINV1 ഫസ്റ്റ് ജൂലൈയിലാണ് വെക്കുന്നത്. ഫസ്റ്റ് ജൂലൈ. എക്സൽ സൊല്യൂഷൻസ് കസ്റ്റമർ ആണ്. സോ സൺട്രി ഡെപ്റ്റർ. വെസ്റ്റ് ബംഗാളിലുള്ള ഒരു പാർട്ടിയാണ്. അപ്പൊ സ്റ്റേറ്റ് വെസ്റ്റ് ബംഗാൾ സെലക്ട് ചെയ്തു. GST നമ്പർ അതിവിടെ തന്നിട്ടുണ്ട്. കോപ്പി പേസ്റ്റ്. ഓക്കെ, ഓൾറെഡി അപ്പൊ ഡ്രൈ ക്ലീനിങ് സർവീസ് എന്നുള്ള ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സാധാരണ ചെയ്യുന്ന പോലെ ഇവിടെ ഇങ്ങനെ 2 ലക്ഷം കൊടുത്ത് ചെയ്യാൻ പറ്റില്ല. നേരത്തെ നമ്മൾ ചെയ്ത കാൽക്കുലേഷൻ ഇവിടെ വേണം. അപ്പൊ അതിന് ടാലിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഈ F12 പോയി കഴിഞ്ഞാൽ ഓക്കെ, ഇത് ഇങ്ങനെ ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. പ്രൊവൈഡ് എമൗണ്ട് ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് ഫോർ ലെഡ്ജർ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഈ സ്ക്രീൻഷോട്ടിലുണ്ട് കേട്ടോ. അതായത് ഇവിടെ F12 പ്രൊവൈഡ് എമൗണ്ട് ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് ലെഡ്ജർ. അതിൽ പോയി ഈ സെറ്റിംഗ് ഒന്ന് യെസ് ആക്കാം. ഓക്കെ, അതൊന്ന് യെസ് ആക്കി വെച്ച് സേവ് ചെയ്ത് കഴിഞ്ഞാൽ വരേണ്ടതായിരുന്നു, ഒന്നില്ല. ഓക്കെ, ഇവിടെയുണ്ട്. ഇതില് ഇങ്ങനെ സെപ്പറേറ്റ് ഒരു കോളമായിട്ടാണ് വരുന്നത്. ഇവിടെ സിസ്റ്റം ചോദിക്കും, അതായത് ഈ ഐറ്റം കൊടുത്തു കഴിഞ്ഞിട്ട് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ സിസ്റ്റം ഇങ്ങനെ ഒരു ഇൻക്ലൂസീവ് ഓഫ് GST എന്നുള്ള ഓപ്ഷൻ ചോദിക്കും. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു പ്രാവശ്യം സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം മുതൽ ഇതിങ്ങനെ ഒരു കോളമായിട്ട് വരുമെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒരു നോക്കട്ടെ. ഇല്ല, ഏതോ ഒരു സിസ്റ്റത്തിൽ അങ്ങനെ ഒരു എക്സ്ട്രാ കോളമായിട്ട് വരുന്നുണ്ടായിരുന്നു. അത് ഓരോ വേർഷൻ അനുസരിച്ച് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും ഇൻവോയ്സ് ഓക്കെ, ഡ്രൈ ക്ലീനിങ്. ഈ ഡ്രൈ ക്ലീനിങ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ സിസ്റ്റം ചോദിക്കും ആകെ തുക എത്രയാണ്. ബാക്കി വർക്ക് സിസ്റ്റം ചെയ്തോളൂ. ജസ്റ്റ് നമ്മളിവിടെ 2 ലക്ഷം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ വെറുതെ ഇരിക്കുക. കണ്ടോ, സിസ്റ്റം കൊണ്ട് കണ്ടുപിടിച്ച് തരും. നമ്മൾ നേരത്തെ കഷ്ടപ്പെട്ടത് സിസ്റ്റം ഇങ്ങനെ ചെയ്തു തരും. ഓക്കെ, അപ്പോ ഇനി ബാക്കിയുള്ളത് ലെഡ്ജറിങ് വെച്ചാൽ മതി. ഔട്ട്പുട്ട് ഇതിപ്പോ വെസ്റ്റ് ബംഗാൾ ഉള്ള പാർട്ടിയാണ്. അപ്പോൾ GST ലെഡ്ജർ നമ്മൾ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കണം. IGST വരും 7030 508. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ എക്സലിൽ കഷ്ടപ്പെട്ട് കാൽക്കുലേറ്റ് ചെയ്തത്. 168 ഓക്കെ, ഇതാണ് അതിന്റെ കാൽക്കുലേഷൻ. ഇത് തന്നെയാണ് ശരിക്കുള്ള കാൽക്കുലേഷൻ. സിസ്റ്റത്തിന് കറക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ആ കാൽക്കുലേഷൻ. നമ്മൾക്ക് അറിഞ്ഞില്ലെങ്കിലും ഇത് സിസ്റ്റത്തിൽ കറക്റ്റ് കിട്ടും. പക്ഷെ എന്നാലും ഈ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതും ചില ഇന്റർവ്യൂവിൽ ആൾക്കാർ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇങ്ങനെ ഈ ഒരു എമൗണ്ട് ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് ആണെങ്കിൽ ഐറ്റത്തിന്റെ വാല്യൂ എത്ര എന്ന്. അപ്പോ നമ്മളുടെ കയ്യിൽ ഇപ്പൊ ഫോണിൻ ഇന്റർവ്യൂ ഒക്കെ ആണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റർ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ പേപ്പറും പേന അവരോട് തന്നെ ചോദിച്ചിട്ട് അവരുടെ മുന്നിൽ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കും. ഇങ്ങനെയാണ് അതിന്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. അപ്പൊ അതിന്റെ പുറകിലുള്ള ലോജിക്ക് ഇതാണ്. 100ഉം 18ഉം ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വെക്കുന്നു. ഓക്കെ, സോ ബാക്കി അതിന്റെ സേവ് ചെയ്യുന്ന കാര്യങ്ങൾ നോർമലി ചെയ്യുന്ന പോലെയാണ്. വേറെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒന്നുമില്ല. ഓക്കെ, ഇനി ലാസ്റ്റ് സിറ്റുവേഷൻ, അതായത് ഒരേ സമയം ഗുഡ്സും സർവീസും വരും. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. അതായത് കമ്പനി HP കമ്പ്യൂട്ടർ വിൽക്കുന്നുണ്ട്, ഇൻസ്റ്റലേഷൻ സോഫ്റ്റ്വെയറും ഇൻസ്റ്റലേഷൻ സർവീസ് എന്ന് പറഞ്ഞുള്ള പേരിൽ ഒരു സേവനവും കൊടുക്കുന്നുണ്ട്. അതായത് ഐറ്റവും വിൽക്കുന്നുണ്ട്, സേവനവും കൊടുക്കുന്നുണ്ട്. ഒരേ ബില്ലിൽ തന്നെ 2 കാര്യങ്ങൾ വരുന്നുണ്ട്. കമ്പ്യൂട്ടറിന് 18% ടാക്സ്. ഓൾറെഡി അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇൻസ്റ്റലേഷൻ സർവീസ് എന്ന് പറഞ്ഞ കാര്യത്തിന് അതിനും പുതിയൊരു ലെഡ്ജർ ആണ്. GST 18% ഉള്ളത്. SAC കോഡ് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി ഒറ്റ സെയിൽസ് ബില്ലിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ആർക്കാണ് വിൽക്കുന്നത്? ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സിനാണ് വിൽക്കുന്നത്.
ഓക്കെ, ഡിജിറ്റൽ കമ്പ്യൂട്ടറിന് 37 ജൂലൈയിലാണ് വെക്കുന്നത്. അപ്പോൾ ഡേറ്റ് മാറ്റാം, 31 ജൂലൈ. ഓക്കെ, ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ഇനി ഇവർക്ക് ഐറ്റം ആണ് വെക്കുന്നത്, അതുകൊണ്ട് ഐറ്റം ഇൻവോയ്സ് എന്നുള്ള ലെഡ്ജർ സെലക്ട് ചെയ്യാം. ഐറ്റം ഇൻവോയ്സ്. ഡിജിറ്റൽ ഹൗസ് ഉണ്ട്, ഇവിടെ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആണ്. ഇവിടെ ഏത് സ്റ്റേറ്റ് ആണോ? മഹാരാഷ്ട്ര. ഓക്കെ, ഇവിടെ GST നമ്പർ മാത്രം തന്നിട്ടുള്ളൂ. അപ്പൊ ഈ സ്റ്റേറ്റ് കോഡ് കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഏത് സ്റ്റേറ്റിലാണ്. ഇത് മഹാരാഷ്ട്ര. ഇനി പറയില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കാം. അതായത് ഇപ്പോ സ്റ്റേറ്റ് കോഡ് GSTIN എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ആരെങ്കിലും അതിനു വേണ്ടി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, അതിൽ പോയി നോക്കാം. ഓക്കെ, ഇപ്പോഴത്തെ ഇത് ടാലിയുടെ തന്നെ വെബ്സൈറ്റ് ആണ്, GST സ്റ്റേറ്റ് കോഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതെ, ഇങ്ങനെ ജമ്മു കാശ്മീർ മുതൽ തുടങ്ങുന്നു, താഴെ. ഓക്കെ, ഇവിടെ ഉണ്ട് നമ്മളുടെ കേരളം. 32, 31 തമിഴ്നാട്. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പോ 27 മഹാരാഷ്ട്ര. അപ്പൊ അങ്ങനെ GST കോഡ് ഇപ്പൊ കേരളത്തിന് 32 ഇപ്പൊ നിങ്ങളിപ്പോ വർക്ക് ചെയ്യാൻ പോകുന്ന മഹാരാഷ്ട്രയിലാണെങ്കിൽ അവിടെ 27. അങ്ങനെയുള്ള ഓരോ ഐഡിയ ഉണ്ടാക്കിയിട്ടാ മതി. ഓരോന്നിനും അങ്ങനെ ഓരോ സ്റ്റേറ്റിന്റെ കോഡ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ വണ്ടികളുടെ രജിസ്ട്രേഷന് KL, പിന്നെ TN എന്നൊക്കെ പറഞ്ഞ രജിസ്ട്രേഷൻ ഉള്ള പോലെ തന്നെ GSTയുടെ രജിസ്ട്രേഷൻ ഇങ്ങനെ ഒരു കോഡ് ഉണ്ട് തിരിച്ചറിയാനായിട്ട്. അത്രമാത്രം. ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇപ്പൊ നിങ്ങൾ വല്ല PSCക്കൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒന്നും ആരും ഇങ്ങനെ ചോദിക്കാറില്ല. ഇപ്പൊ ഇവിടെ ഡിജിറ്റൽ കമ്പ്യൂട്ടർ മഹാരാഷ്ട്ര. അതായത് ഇപ്പോ ഈ ആന്ധ്രാപ്രദേശിലെ GST സ്റ്റേറ്റ് കോഡ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ PSCയിലൊക്കെ ഉണ്ടാവും. അപ്പോ അങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ കാര്യം അറിയണം. പക്ഷെ എന്നാലും ഇപ്പൊ ഒരു അക്കൗണ്ട്സിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് വരെ ശരിക്കും ഇന്നത്തെ കാലത്ത് ശരിക്കും അങ്ങനെ ഒരു സ്റ്റേറ്റ് കോഡിന്റെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ ചോദിക്കില്ല, PSC ലെവലൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ സെയിൽസ് ലെഡ്ജർ വെക്കണം. ഏത് ഐറ്റം ആണ് വിൽക്കുന്നത്, ഐറ്റത്തിന്റെ ഡീറ്റെയിൽ. 5 HP കമ്പ്യൂട്ടർ ആണ് വിൽക്കുന്നത്. ഓക്കെ, അപ്പൊ 5 എണ്ണം 50,000 രൂപക്കാണ് വിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് കേട്ടോ നേരത്തെ പറഞ്ഞ ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതും കൂടി പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഈ റേറ്റിൽ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതായത് ടാക്സിന് പുറമെയാണ്, സോറി, ഐറ്റം വാല്യൂ അതിന് പുറമെയാണ് ടാക്സ് എങ്കിൽ ഈ റേറ്റിൽ കൊടുക്കുക. ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് ആണ് ഐറ്റം വാല്യൂ എങ്കിൽ ഇതിന്റെ അകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആദ്യം ഐറ്റം വാല്യൂ കൊടുക്കുക, പിന്നെ ഐറ്റം കൊടുക്കാനുള്ള നെക്സ്റ്റ് സ്പേസിലേക്ക് വരും. എന്റർ കീ പ്രസ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടി എന്റർ കീ പ്രസ് ചെയ്യുമ്പോൾ അടുത്ത ലെഡ്ജർ കൊടുക്കാനുള്ള സ്പേസിലേക്കായിരിക്കും പോകുന്നത്. അവിടെ സ്പേസ് ബാർ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ലെഡ്ജർ അക്കൗണ്ട്സ് കാണാം. സാധാരണ GST ലെഡ്ജർ കൊടുക്കാറുള്ള സ്പേസിൽ അഡീഷണൽ എന്തെങ്കിലും എക്സ്പെൻസ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കും. ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് എന്തോ സോഫ്റ്റ്വെയർ സർവീസ് ആണ്, ഇൻസ്റ്റലേഷൻ സർവീസ്. ഓക്കെ, അപ്പോ ഇൻസ്റ്റലേഷൻ സർവീസ് ഡയറക്റ്റ് ഇൻകത്തിന്റെ അണ്ടറിൽ തന്നെ വെക്കാം. GST ആപ്ലിക്കബിൾ ആണ്. SAC കോഡ് തന്നിട്ടുണ്ട്, 18% GST ആണ്. %% ടാക്സ്. ഇത്രയും കാര്യം കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് സർവീസ് എമൗണ്ട്? 10,000. ഓക്കെ, 10,000. ഇനി ഇതിന്റെ കൂടെ ടാക്സ് ലെഡ്ജറും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഈ ടാക്സ് അനാലിസിസിൽ പോയി കഴിഞ്ഞാൽ ഇതിലെങ്ങനെയാണ് ഈ ടാക്സ് വന്നതെന്ന് സിസ്റ്റം നമുക്ക് പറഞ്ഞു തരും. 10,000ന്റെ 18% 1,800 പ്ലസ് 2,50,000ന്റെ 18% 45,000. ടോട്ടല് 46,800 ആണ് ഇവിടെ വരുന്നത്. ഇനി ഇതൊന്ന് സേവ് ചെയ്യാം.
വേവില് തൽക്കാലം ഓടുകയാണ്. സേവ് ചെയ്തു. ഓക്കെ, അപ്പോ ഇതോടെ നമ്മളുടെ ഈ ഒരു പാർട്ട് 3യിലെ എക്സ്ട്രാ സിറ്റുവേഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിപ്പോ ജൂലൈയിലാണ് നിന്നിട്ടുള്ളത്. നമ്മൾ ഇനി നെക്സ്റ്റ് പാർട്ട് 4ലേക്ക് കടക്കുമ്പോൾ അതിന്റെ ട്രാൻസാക്ഷൻ ഒക്കെ വേറെ മാസങ്ങളിലൊക്കെ ആയിരിക്കും. എക്സസൈസ് 4ലോട്ടൊക്കെ കടക്കുമ്പോൾ 2 ആണ്. 3യിലേക്ക് പോകുമ്പോൾ ഓക്കെ, 3യിലേക്ക് വരുമ്പോൾ നമ്മൾ വേറെ ഒരു കമ്പനിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ ഇതോടെ നമ്മളുടെ ജൂലൈ മാസത്തിലെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് തീരും. സോ ജൂലൈയിലെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് തീർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റ് ഓഫ് കൂടി ചെയ്യാൻ നോക്കുക. അതായത് ഇന്നലെ പറഞ്ഞ സെറ്റ് ഓഫ് കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും ട്രാൻസാക്ഷൻ ഒന്ന് ചെയ്ത് നോക്കാം. ഈ ഒരു എക്സസൈസ് 2ന്റെ PDF ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടാം, നോക്കിയിട്ട് ചെയ്യാം. ഇത് തീർത്തിട്ട് വേഗം തീർത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടോപ്പിക് എടുക്കാം. 2 ടോപ്പിക് കൂടി.